ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞാൽ എൻ്റെ പേര് അശ്വതി രജിത്ത്. ഞാൻ വെയിറ്റ് ലോസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത്. അതിന് കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ, സ്കിൻ കെയർ, മേക്കപ്പ് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. സോ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 83 കിലോയിൽ നിന്നാണ്. അതായത് ഒരു മെയ് ഫസ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ. ഇപ്പം ഞാനുള്ളത് 62 kgs ആണ്. സോ ഞാനൊരു 20 കിലോ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെയ് തൊട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അതിലൊരു 2 മാസം എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കേട്ടോ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസും അതും ഇതൊക്കെ ആയിട്ട് വീട്ടിലുള്ളവരുടെ. സോ അങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. സോ ഒരു എഫക്റ്റീവ് ആയിട്ടൊരു 5.5 മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു 20 kg എന്ന് പറയുന്ന വെയിറ്റ് ലോസ് ഗോൾ അച്ചീവ് ചെയ്തത്. അല്ല, വെയിറ്റ് ലോസ് ഗോൾ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു 5 കിലോ കുറഞ്ഞ് കിട്ടുക എന്നുള്ളതായിരുന്നു കേട്ടോ. ബട്ട് എനിവേസ് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എത്താൻ എടുത്തൊരു സമയം എന്ന് പറയുന്നത് 5.5 മാസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, എങ്ങനെ എഫക്റ്റീവായിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ്, ട്രിക്സ്, ഡയറ്റ് പ്ലാൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുറേ പേരുണ്ട് ഇതെങ്ങനെ തുടങ്ങണം, എവിടെ വെച്ച് തുടങ്ങണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത കുറേ പേര് നമ്മളോട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഒരു പാർട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിന് നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പറയാം. അത് കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം ഈ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്ക് ആവുന്ന ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആരും പറഞ്ഞിട്ടുമില്ല, എവിടെ ഞാൻ കണ്ടുമില്ല. അപ്പം അതേപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് രണ്ടുമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ മറ്റുള്ള വീഡിയോകൾ പോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ആൾ റൈറ്റ്. അപ്പം നമ്മൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഡിസിഷൻ എടുത്തു ഫോർ വേരിയസ് റീസൺ. ഹെൽത്ത് ഇഷ്യൂസ് ആകാം, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കലാകാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഞാനിപ്പോൾ ഉള്ളൊരു അൺഹെൽത്തി വെയിറ്റിലാണുള്ളത്, എനിക്കൊരു ഹെൽത്തി വെയിറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു ഡിസിഷൻ ആവും. എന്തോ കാരണമായിക്കോട്ടെ നമ്മൾ വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ഡിസിഷൻ ഇപ്പോൾ എടുത്തു. സോ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഇന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീക്കോ പുരുഷനോ ഇത്ര ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഇതായിരിക്കണം ഐഡിയൽ വെയിറ്റ്, ഇതായിരിക്കണം അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എന്തും ഗൂഗിളിനോട് ചോദിക്കുക. അതായത് BMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ ഇതാണ്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. സോ ഈ BMI കാൽക്കുലേറ്ററിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജെൻഡർ എൻട്രി ചെയ്ത് കൊടുക്കുക. ആണാണോ പെണ്ണാണോ? കാരണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹൈറ്റ് സെൻറ്റിമീറ്ററിലോ ഇല്ലെങ്കിൽ ഫീറ്റിലോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എൻട്രി ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രായം എൻട്രി ചെയ്ത് കൊടുക്കുക. ഇത്ര എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കറണ്ട് വെയിറ്റ് എന്താണോ അത് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ ഈ BMI കാൽക്കുലേറ്റർ നിങ്ങളുടെ ഇപ്പോഴത്തെ BMI എന്താണെന്ന് കാണിക്കും. അതായത് നിങ്ങൾ ഒബിസിറ്റി ക്ലാസ് 2 ആണോ, ഒബിസിറ്റി ക്ലാസ് 1 ആണോ, ഓവർ വെയിറ്റ് ആണോ, നോർമൽ വെയിറ്റ് ആണോ, അണ്ടർ വെയിറ്റ് ആണോ, ഇതൊക്കെ ഈ കാൽക്കുലേറ്റർ കാണിക്കും. അതിൻ്റെ കൂടെ തന്നെ എന്താണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എന്നുള്ളത് കാണിക്കും. ഓക്കെ, ഈ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്പർ അല്ല കേട്ടോ. അതായത് എൻ്റെ ഐഡിയൽ വെയിറ്റ് 65 ആണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഐഡിയൽ വെയിറ്റ് മാക്സിമം 65 വരെ ആകാം എന്നാണ്, ആ ഒരു റേഞ്ചാണ് നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. സോ എൻ്റെ 58 തൊട്ട് 65 വരെ ആകാം, അതാണ് എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റ് അച്ചീവ് ചെയ്തു. കാരണം എൻ്റെ കറണ്ട് വെയിറ്റ് 62 ആണ്. സോ ഇതേപോലെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇനി സ്റ്റെപ്പ് നമ്പർ 2. ഈ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു മെയിൻ ഗോൾ, ഒരു മേജർ ഗോൾ എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 80 കിലോയുള്ള ഒരാളുടെ BMI കാൽക്കുലേറ്റർ വെച്ച് നോക്കിയപ്പം അയാളുടെ ഐഡിയൽ വെയിറ്റ് 60 കിലോ വരെ ആകാം എന്നാണ് കാണിച്ചതെന്ന് വെക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? 80 കിലോയിൽ നിന്ന് അയാൾ 60 കിലോ വരെ എത്തണം. അതായത് 20 കിലോ കുറയ്ക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോള്. അതായത് നമുക്കിപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ 20 കിലോ കുറയ്ക്കും എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണോ? അല്ല, അത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോളാണ്. മാത്രമല്ല അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസും അല്ല, അല്ലേ? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ വെക്കുക. എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് 20 കിലോ കുറയ്ക്കുകയാണ്. അപ്പോൾ അതിൽ ഒരാഴ്ചയിൽ ഞാനൊരു 1/2 കിലോ വെച്ച് കുറയ്ക്കാം, ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഞാനൊരു 3/4 കിലോ വെച്ച് കുറയ്ക്കാം. ഇതാണ് നമ്മുടെ റിയലിസ്റ്റിക് ഗോൾ എന്ന് പറയുന്നത്. ഒത്തിരി പേരുണ്ടാവുമല്ലോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇടയ്ക്ക് വെച്ച് നിർത്തുക. അത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾസ് ഒന്നും റിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് ഞാനൊരു 1/2 കിലോ ഇല്ലെങ്കിൽ 3/4 കിലോ, അല്ല അങ്ങേയറ്റം പോയിട്ടുണ്ടെങ്കിൽ 1 കിലോ വെച്ച് വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ നമ്മുടെ ഐഡിയൽ വെയിറ്റ് കണ്ടെത്തി നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർ യുവർ ഇഞ്ചസ്. അതായത് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള അളവ്, നമ്മുടെ ആ ടൈലറിങ്ങിന് ഉപയോഗിക്കുന്ന ആ ടേപ്പില്ലേ, സാധാരണ നമ്മുടെ ടേപ്പ്, ആ സംഭവം അത് വെച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റും അളവെടുക്കാം. രണ്ടാമത്തെ നമ്മുടെ വയറിന് ചുറ്റും അളവെടുക്കുക. അതായത് ബെല്ലി ബട്ടൻ്റെ മേലക്കൂടെ വേണം കേട്ടോ, അതാണ് വയറിൻ്റെ അളവ് എന്ന് പറയുന്നത്. ബെല്ലി ബട്ടൻ്റെ മേലക്കൂടെയുള്ള ആ ഒരു ഇഞ്ചസ് അളന്ന് വെക്കാം. അതിനുശേഷം ഹിപ്പ്, താഴെ ലോവർ ഹിപ്പ് അളന്ന് ആ മെഷർമെൻ്റ് എടുത്തു വെക്കുക. ഈ 3 ഇഞ്ചസ് നമ്മൾ അളന്ന് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ എങ്ങനെ അളക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ വിത്തൗട്ട് ക്ലോത്ത്സ് എടുക്കുന്ന അളവായിരിക്കും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇഞ്ചസ് മെഷർ ചെയ്ത് വെക്കുന്നതെന്നുള്ള കാര്യം ഞാനിതിൻ്റെ വീഡിയോസ് പോകെ ഞാൻ പറയാം കേട്ടോ. സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെഷർ യുവർ ഇഞ്ചസ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഐഡിയൽ വെയിറ്റ് കണ്ടെത്തി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തു, നമ്മൾ ഇഞ്ചസ് ഒക്കെ അളന്ന് വെച്ച് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സംഭവം എന്താണ്? ഇനി ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റാർട്ട് ഗ്രാജുവലി. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തും തുടങ്ങുമ്പോൾ പയ്യെ തുടങ്ങുക, അത് മാത്രമേ വർക്കൗട്ട് ആവത്തുള്ളൂ. ചാടിക്കയറി എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് ഗിവ് അപ്പ് ചെയ്യും. ഞാൻ തന്നെയാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഡയറ്റ് തുടങ്ങുന്നു, ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ ഒരു പരിപാടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അവസാനം എൻ്റെ ഒരു ഗോൾ എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സ്റ്റാർട്ടഡ് സ്ലോലി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിലേ, ഈ വെയിറ്റ് കുറയ്ക്കുന്നതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഡിന്നർ വേഗം കഴിക്കുക എന്നുള്ളത്. അതായത് 7 മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുക. അങ്ങേയറ്റം പോയിട്ടുണ്ടെങ്കിൽ ഒരു 8 മണി, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ അത് വെയിറ്റ് ഗെയിനിലേക്ക് പോകത്തുള്ളൂ. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്. വണ്ണം കുറയ്ക്കണം, അതുകൊണ്ട് ഞാൻ 7 മണിക്ക് മുമ്പ് എൻ്റെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കും എന്നൊരു ഡിസിഷൻ എടുത്തു. ഇന്നലെ വരെ 10 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് 7 മണിയാകുമ്പോൾ ഡിന്നർ അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാം? കറക്റ്റ് ആ 10 മണിയാകുമ്പോഴത്തേക്കും വല്ലാതെ വയറ് വിശക്കാൻ തുടങ്ങും, അസ്വസ്ഥരാവും, ഭയങ്കര ടയേർഡാവും, എനർജി വല്ലാണ്ട് ലോ ആകും. അവസാനം ആ ഒരു ക്രേവിങ്സ് ഉണ്ടായിട്ട് നമ്മൾ അപ്പം പോയി ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുന്ന ഓവർ ഈറ്റ് ചെയ്യും, അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. അത് വീണ്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വണ്ണം കുറയുന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും ചാടി കയറി ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ ഡിന്നറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വരെ 10 മണിക്കല്ലേ ഭക്ഷണം കഴിച്ചത്, അപ്പോൾ ഞാൻ ഈ കാര്യം ഞാൻ സ്ലോ ആയിട്ട് ഞാൻ എങ്ങനെ മാറ്റിയെടുക്കും? ഇന്ന് ഞാനൊരു 9:30 ആകുമ്പോൾ എൻ്റെ ഡിന്നർ കഴിക്കും. ഇന്നലെ 10 മണിക്ക് കഴിച്ചു, ഇന്ന് ഞാൻ 9:30ക്ക്. ഈ 9:30ക്ക് ഡിന്നർ കഴിക്കുന്നത് ഞാനൊരു 2-3 ദിവസം അങ്ങനെ ചെയ്യാൻ പോവാം. അതായത് ഇന്നും നാളത്തെ കഴിഞ്ഞൊക്കെ ഞാൻ 9:30 ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം തൊട്ട് ഞാൻ 9 മണിക്ക് ഭക്ഷണം കഴിക്കും. ഇതേപോലെ സ്ലോ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ 7 മണിക്ക് ഡിന്നർ കഴിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ ബോഡി ഇതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. അതായത് 7 മണിക്ക് ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശക്കത്തില്ല, ഞാൻ ഫുള്ളാണ്, ഞാൻ എന്താ പറയുക, ഐം സ്റ്റഫ്ഡ് എന്നുള്ളൊരു ആ ഒരു തോന്നലുണ്ടാകുകയും ചെയ്യും. ഒരു 10 മണിക്കോ ഇല്ലെങ്കിൽ ഒരു 10:30ക്കൊന്നും ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തൂട്ടോ. അപ്പോൾ ഇവിടെ പരീക്ഷിക്കാൻ പറ്റുന്ന വേറൊരു നുറുങ്ങ വിദ്യ എന്താണെന്നറിയോ? നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യുക. ഈ 2 നേരം ബ്രഷ് ചെയ്യുന്ന ശീലം എനിക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ വെയിറ്റ് ലോസ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ്. അപ്പം ബ്രഷ് ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് പിന്നീട് അത് വിശക്കത്തില്ല, നമുക്ക് വേറെ ഒന്നും കഴിക്കാനും തോന്നത്തില്ല. സോ ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റാർട്ട് സ്ലോലി.
ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുമാണ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കിത് കേൾക്കുമ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ വെയിറ്റ് ലോസിൽ ഹെൽപ്പ് ഉണ്ടാവുമോ, ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മാത്രം അത് എത്രത്തോളം നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് പ്രോസസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫോണിലൊന്നും ഇത് എൻട്രി ചെയ്യുന്ന ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒരു സാധാരണ നോട്ട്ബുക്കും ഒരു പേന എടുത്തിട്ട് എഴുതി തന്നെ വെക്കണം. ഡെയിലി ഇത് എഴുതാനായിട്ട്, അതായത് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രോഗ്രസ് എഴുതാനായിട്ട് ഒരു അലാം കൂടെ വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഒരു 10 മണിക്കൊക്കെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 9:45 ഒരു അലാം വെക്കുക. അതായത് എൻ്റെ പ്രോഗ്രസ് ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ ട്രാക്ക് ചെയ്യണമെന്ന്. സോ ഫസ്റ്റ് കോളത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ഇന്നത്തെ വെയിറ്റ്. ഈ ഇന്നത്തെ വെയിറ്റ് എന്ന് ഞാൻ പറയുമ്പം നിങ്ങൾ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ വെയിറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് 2 ആഴ്ചയിലൊരിക്കൽ, ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അത് ചെയ്താൽ മതി. പക്ഷെ ആ ഒരു കോളം അവിടെ ഇരുന്നോട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ ഇഞ്ചസ് അതായിരിക്കണം 2ാമത്തെ കോളം. ഈ ഇഞ്ച് ചെക്ക് ചെയ്യുന്നതും നിങ്ങൾ ഒരു 2 ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേ ചെയ്യാവുള്ളൂ. ഇത് ആഴ്ചയിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി 3ാമത്തെ കോളം എന്ന് പറയുന്നത് കാലറി ഇൻടേക്ക്. അതായത് ഇന്ന് കഴിച്ച ഭക്ഷണത്തിലെല്ലാം കൂടെ ചേർത്ത് എത്രത്തോളം കാലറീസ് എൻ്റെ വയറ്റിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സംഭവം ട്രാക്ക് ചെയ്യണം. ഇതെങ്ങനെ ട്രാക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെൽത്തിഫൈ മീ ആണ്. ഇതാണ് സംഭവം. സോ ഹെൽത്തിഫൈ മീ ഡൗൺലോഡ് ചെയ്യുക. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ആപ്പ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. കാലറി കൗണ്ട് കറക്റ്റായിട്ട് കാണിക്കണം എന്ന് മാത്രം. നിങ്ങളൊരു 11:30 ആയപ്പം നിങ്ങളൊരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു നിൽക്കുക. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതിൽ ഒരു 70 കാലറീസ് ഉണ്ടെന്ന് ആപ്പ് കാണിക്കുകയാണെങ്കിൽ സ്നാക്സ് 70 കാലറീസ് എൻട്രി ചെയ്ത് വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കഴിച്ച ഫുഡെല്ലാം നിങ്ങൾ എൻട്രി ചെയ്യുമ്പം നിങ്ങളുടെ ചീറ്റ് മീൽ നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. കാരണം തുടക്കത്തിൽ നമ്മൾ ചീറ്റ് മീലൊക്കെ കൂടുതൽ കഴിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. തെറ്റൊന്നുമല്ല, എല്ലാവരും അതിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് മുമ്പോട്ട് പോവുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് 4 മണിക്ക് സ്നാക്സിൻ്റെ ടൈമിൽ ഞാനൊരു പഫ്സ് കഴിച്ചു, ഒരു എഗ് പഫ് കഴിച്ചിട്ടുണ്ട്. അപ്പം അതും അതേപോലെ എഴുതി വെക്കാം. പക്ഷെ ആ എഗ് പഫ് കഴിച്ചു എന്നുള്ളതൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചോളൂ. കാരണം അത് നിങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, പക്ഷെ കൺട്രോൾ കിട്ടിയില്ല, കഴിച്ചുപോയി. അതൊന്ന് റൗണ്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ഇല്ലെങ്കിൽ വേറൊരു ഇങ്കിൽ എങ്ങനെയും എഴുതി വെച്ചോളാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയണം ഇവിടെയാണ് ഞാൻ ഇന്ന് പാളിപ്പോയതെന്നുള്ളത്. ഇനി നമ്മുടെ 4ാമത്തെ കോളം എന്ന് പറയുന്നത് എക്സസൈസ് ലോഗാണ് കേട്ടോ. ഈ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നേരം വർക്ക്ഔട്ട് ചെയ്തു, അതോടെ ഏകദേശം എത്ര കാലറീസ് ബേൺ ചെയ്തു. ഇതൊരു വാച്ച് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ വാച്ചിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാലറീസ് അറിയാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിന്ന് എത്ര ദൂരം നടന്നു, എത്ര സമയം കൊണ്ട് നടന്നു, എത്ര കാലറീസ് അതിൽ നിന്ന് ബേൺ ആയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം നമ്മൾ എത്രത്തോളം കാലറീസ് ബേൺ ചെയ്തു എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം എക്സസൈസ് ലോഗിൽ ഇന്ന് ഞാൻ ഇത്ര കാലറീസ് ബേൺ ചെയ്തു എന്ന കാര്യം എൻ്റർ ചെയ്യാം. അടുത്ത കോളം എന്ന് പറയുന്നത് വാട്ടർ ഇൻടേക്ക് ആണ്. വെള്ളം കുടിക്കാണ്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല. അത് ഉറപ്പാണ്, വെള്ളം കുടിക്കാതെ വെയിറ്റ് ലോസ് നടക്കത്തില്ല. എന്തായാലും ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. അത് നിങ്ങൾ ടാർഗറ്റ് ആയിട്ട് വെച്ചോളൂ. എന്നിട്ട് അതിൽ 3 ലിറ്റർ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് അപ്പോഴേ നമുക്കൊരു കണക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇന്ന് എത്ര വെള്ളം കുടിച്ചു എന്നുള്ള കാര്യം അവിടെ എഴുതി വെക്കുക. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റൗണ്ട് ചെയ്ത് വെച്ചോളാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ്. 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എത്ര മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റിയെന്നുള്ള കാര്യം എഴുതി വെക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടണം. ഗോൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെച്ചോളൂ, ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. ഇനി ഈ ട്രാക്കറിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലോ ചെയ്യാം. അതായത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഫുൾ സൈസിലുള്ളൊരു ഫോട്ടോ എടുത്തു വെക്കുക. ഇതെന്തിനാണെന്നറിയോ? നമുക്ക് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് റീൽ ഇടണ്ടേ, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എന്തോരം മാറ്റം സംഭവിക്കുന്നുണ്ട് നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴും എന്ന് നമുക്ക് ചില സമയത്ത്, കാരണം എനിക്ക് എൻ്റെ വെയിറ്റ് കുറയുമ്പം ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഒരു സ്റ്റേജ് എത്തുമ്പോൾ പറയുമല്ലോ, മെലിയുന്നുണ്ടല്ലോ, ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയില്ലേ. പക്ഷെ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഇതിന് മുമ്പത്തെ ഫോട്ടോസും പിന്നീടുള്ള ഫോട്ടോസും കാണുമ്പോഴാണ് ശരിയാണല്ലോ, മാറ്റം ഉണ്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസം അറിയാനും കൂടി, പിന്നെ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊരു കണക്കുണ്ടാവില്ല കേട്ടോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ്. പറ്റുവാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലോ ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഫോട്ടോസ് എടുത്ത് വെക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പാതി വിജയിച്ചു കേട്ടോ. കാരണം ഇതെല്ലാം നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മളൊരു ഒരു പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇക്കാര്യം ചെയ്യാന്നുള്ളത്, കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ട്രാക്കർ ഇപ്പോൾ റെഡിയായി. ഇനി
ഈ ഒരു എൻറ്റയർ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ തന്നെ ഡിന്നർ ബിഫോർ 7 or 8 o'clock. ഓക്കെ, ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്കറിയാം നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നവരുണ്ട്, ജോലി കഴിഞ്ഞ് വൈകി വരുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. കാരണം 8 മണിക്ക് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ണം വെക്കും. ഓക്കെ, ഇല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് മനസ്സിലാക്കുക. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ 9 മണി 9:30 ആവും. ഞാൻ ആ സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വെയിറ്റ് ലോസ് സംഭവം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നിരിക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഡിന്നറും കൂടെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് പോകും. അതായത് ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, മിക്കപ്പോഴും കെലോഗ്സ് ആയിരിക്കും. ആ കോൺഫ്ലേക്സ് അതിൽ ടോണ്ട് മിൽക്കും കൊണ്ടുപോകും. ഇത് രണ്ടും 2 ബോക്സിലാക്കി കൊണ്ടുപോകും. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കും, ഡിന്നർ. ആ സമയത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനും കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാലഡ്സ്, പല സാലഡ്സും, കോൺ സാലഡ്, ഇല്ലെങ്കിൽ ചുമ്മാ ക്യുക്കമ്പറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ലെമൺ, പെപ്പർ, സോൾട്ട് ഇതൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്കത് കഴിച്ചാൽ മതി. ഈ അരി ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല, പ്രോപ്പറായിട്ട് രാത്രി ചപ്പാത്തി ദോശയൊക്കെ കഴിച്ചാൽ മാത്രമേ വിശപ്പ് പോകത്തുള്ളൂ എന്നുള്ളത് അത് നമ്മളൊരു തോന്നൽ മാത്രമാണ് കേട്ടോ. അങ്ങനത്തെ അനാവശ്യ തോന്നലൊക്കെ എടുത്തങ്ങ് കളഞ്ഞേക്കുക. എന്നിട്ട് ഇപ്പം എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ അതിൽ പോലും എനിക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് മാക്സിമം എന്നെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു 80% എന്നെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് തെളിഞ്ഞു വരും. ഇനി ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതിനു മുമ്പ് അധികമാരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ. കാരണം ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഞാനിത് തുടങ്ങി എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം എന്നല്ല, പക്ഷെ കൂടുതൽ സംഭവങ്ങളും പറയാൻ പോകുന്ന കൂടുതൽ സംഭവങ്ങളും അങ്ങനെ മനസ്സിലാക്കിയതാണ്. സോ അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പരിപാടി ഇട്ടെറിഞ്ഞ് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ചയിലായിരിക്കും. അതായത് വെയിറ്റ് ലോസ്, ഡയറ്റ്, എക്സസൈസ് എന്നൊക്കെ പെട്ടെന്നൊരു ദിവസം നമ്മൾ ചാടിക്കയറി ചെയ്ത് കഴിയുമ്പോഴേ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത ഇതെല്ലാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, കഴിക്കാം. ഇപ്പോൾ ഒരു 19 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ചിലപ്പോൾ ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്, BP വരാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ അപ്പോഴെനിക്ക് എന്തായാലും ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന പ്രായത്തെങ്കിലും ഞാൻ കഴിക്കട്ടെ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ വന്ന് നമ്മൾ ഇട്ടിട്ട് പോകാനുള്ള, ഗിവ് അപ്പ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ചയിലാണ്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് എങ്ങനെയും ഒന്ന് എന്താ പറയുക, ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരാഴ്ച ഒന്ന് പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പകുതി വിജയിച്ചു. ബാക്കിയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങി ആദ്യത്തെ 2 ആഴ്ച പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. ഷടപടേന്നങ്ങ് കുറയും. അതായത് ഒരു 3 കിലോയൊക്കെ അല്ലെങ്കിൽ ഒരു 4 കിലോയൊക്കെ ചിലപ്പോൾ 2 ആഴ്ച കൊണ്ടങ്ങ് കുറഞ്ഞെന്നിരിക്കും. ആ കുറയുന്നത് നിങ്ങളുടെ വാട്ടർ വെയിറ്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ഈ 2 ആഴ്ച കഴിയുമ്പം പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ ഈ വാട്ടർ വെയിറ്റ് ഒക്കെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ ഫാറ്റ് ലോസിലേക്ക് കിടക്കുന്നത്. ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് വാട്ടർ വെയിറ്റ് പോയ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. സോ ആദ്യത്തെ 2 ആഴ്ച എനിക്ക് നന്നായിട്ട് വണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു വെയിറ്റ് ചെക്ക് ചെയ്യുമ്പം. പക്ഷേ രണ്ടാമത്തെ ആഴ്ച തൊട്ട് വളരെ സ്ലോ ആണെന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് ഗിവപ്പ് ചെയ്യാൻ നിൽക്കരുത്. അതങ്ങനെയാണ്. കാരണം ആദ്യം കുറയുന്നത് വാട്ടർ വെയിറ്റും പിന്നീട് അങ്ങോട്ട് ഫാറ്റ് ലോസ് ഉണ്ടാവാൻ കുറച്ച് കഷ്ടപ്പാടിൻ്റെ ആവശ്യമുണ്ട്. സോ അത് പ്രതീക്ഷിച്ചിട്ട് ഈ ജേർണി തുടങ്ങുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയതിന് ശേഷം ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ വെയിറ്റ് അവിടെ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കും. അതായത് വെയിറ്റ് സ്റ്റക്ക് ആവും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്നാണ് കേട്ടോ. അതായത് വെയിറ്റ് സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥ. സോ ചിലപ്പോൾ ആ ഒരു വെയിറ്റ് സ്റ്റക്ക് ആവുന്ന ചിലവർക്ക് ഒരു 3 ദിവസം വരെ വെയിറ്റ് ഇരുന്നിട്ട് അങ്ങ് മാറിക്കോളും. ചിലവർക്ക് അത് 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അരി ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ചോറ് മാത്രമല്ല, അരിയും കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ചതദോശയില്ലേ, അരിദോശ, ഇഡ്ഡലി, ഇതെല്ലാം കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പക്ഷെ അങ്ങനെ കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും കേട്ടോ. അതും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സോ
നമ്മുടെ വെയിറ്റ് മാറുന്നോളം വരെ ചിലപ്പോൾ ഒരു 4-5 ദിവസത്തേക്ക് കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഇതൊന്നാമത് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു കാലറി ഡെഫിസിറ്റ് ഒരു സാധാരണ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെയിറ്റ് സ്റ്റക്ക് ആയി കഴിയുമ്പം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് നിർത്തുക. അതായത് ഡയറ്റിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. ഒരു 3 ദിവസത്തേക്കും നമ്മൾ സാധാരണ ഇതിനു മുമ്പ് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിൽ ഭക്ഷണം കഴിക്കുക. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിനും കാര്യത്തിനൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് 4ാമത്തെ ദിവസം തൊട്ട് നിങ്ങളുടെ ഡയറ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്ക് ആയിരിക്കുന്ന പ്രശ്നം അതോടെ അവസാനിച്ചോളും. ഈ 3 ഓപ്ഷൻസ് നമുക്കുണ്ട് കേട്ടോ വെയിറ്റ് സ്റ്റക്ക് ആവുകയാണെങ്കിൽ. ഇനി 4ാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വെയിങ് സ്കെയിൽ നമ്മുടെ നമ്പേഴ്സ് ഒന്നും മാറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും ഡീമോട്ടിവേറ്റഡ് ആവരുത്. കാരണം ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇട്ടെറിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതൽ. ഒട്ടും ഡീമോട്ടിവേറ്റഡ് ആവരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ച് ലോസ് ഉണ്ടാവും. ഇതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ഇഞ്ചസ് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാൻ കേട്ടോ. സോ അതെപ്പോഴാണ് മനസ്സിലാവാന്നറിയോ, നമ്മളങ്ങനെ ഒന്നെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇഞ്ചസ് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ പാകാകാതെ ഇരുന്ന ഡ്രസ്സൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം വെയിങ് സ്കെയിലിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഞ്ച് ലോസ് ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന നമ്പർ മാറുന്ന പരിപാടി മാത്രമല്ല, നമ്മുടെ ഇഞ്ച് ലോസ് ഉണ്ടാവുന്നതും നമ്മൾ വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനുള്ള സൂചനകളാണ്. സോ ഗിവ് അപ്പ് ചെയ്യാതെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെയിറ്റ് ലോസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ഭക്ഷണം അങ്ങ് പാടെ ഉപേക്ഷിക്കും. അങ്ങനെ തീരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയല്ല, മറിച്ച് വണ്ണം കൂടുകയാണ് ചെയ്യുക. കാരണം തീരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും, നമ്മുടെ മെറ്റബോളിക് റേറ്റ് താഴെ പോകും, നമ്മൾ ബേൺ ചെയ്യുന്ന കലോറീസിൻ്റെ അളവ് വല്ലാതെ കുറയും. അങ്ങനെ നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആവാനോ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനോ ഒക്കെ അത് കാരണമാവും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഈ 2 കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ണം കുറയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്കറിയാം നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഫോണൊക്കെ നോക്കിയിരുന്ന് അല്ലെങ്കിൽ ജോലിൻ്റെ കാര്യങ്ങളോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റാറില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഓർക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമേ ഇല്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഒരു ബിഗ് തംസ് അപ്പ്. നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലും ഇല്ലെങ്കിൽ നമ്മളെ പറ്റി ബോഡി ഷെയ്മിങ് ചെയ്തവരുടെ മുമ്പിലും നമ്മളെ തടിച്ചി ഉരുണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ പേരാ അവർ വിളിച്ചിട്ടുള്ളത് അല്ലേ, ഓർക്കുമ്പോൾ വിഷമം വരുന്നില്ലേ, അവരെ കൊണ്ടൊക്കെ അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ മെലിഞ്ഞ് എന്ന് ചോദിപ്പിക്കാൻ പറ്റണം കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് ചോദിപ്പിക്കാൻ നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു 2-3 മാസം മാത്രമാണ്. ഇത്രയും വർഷം നമ്മുടെ മുമ്പിലില്ലേ, അതിലാകെ ഒരു 3 മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ അങ്ങ് മാറും കേട്ടോ. സോ ട്രസ്റ്റ് മീ ഓൺ ദിസ് ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അവിടെ വന്ന് യു ക്യാൻ ചാറ്റ് വിത്ത് മീ. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ കമൻസ് വഴി ചോദിച്ചാലും മതി. സോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയെന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റാ.